ഇന്ത്യ US വ്യാപാര കരാർ ലോക രാജ്യങ്ങൾക്കിടയിൽ വൻ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. ആഗോള ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ട്രംപിനെ മുട്ടുകുത്തിച്ച മോദി തന്ത്രങ്ങളെയാണ് ലോക നേതാക്കൾ പ്രശംസിക്കുന്നത്. ഉഭയകക്ഷി വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പാശ്ചാത്യ പങ്കാളികളുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ബന്ധത്തിൽ വളർന്നുവരുന്ന ആക്കം എടുത്തുകാണിച്ചുകൊണ്ട് US ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി CEO നിഷ ബിസ്വാൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കരാർ താരിഫ് പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുകയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിന് വാതിൽ തുറക്കുകയും ചെയ്യുമെന്ന് അഭിപ്രായപ്പെട്ടു. US ഇന്ത്യ ഉഭയകക്ഷി വ്യാപാര കരാറിൽ കുറഞ്ഞത് ഒന്നാം ഘട്ട കരാറിലെത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചതായി ഞങ്ങൾ കേട്ടു. വളരെ നിർണായകമായ ഒരു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയനുമായും US-മായും വ്യാപാര അതിർത്തികൾ തുറക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നീക്കമാണ്. കാനഡയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം ഇന്ത്യ UK കരാർ കണ്ടു. പാശ്ചാത്യ രാജ്യങ്ങളുമായി സാമ്പത്തികമായി യോജിക്കാൻ ഇന്ത്യ ധീരമായ ഒരു നീക്കം നടത്തുകയാണ്. ഇന്ത്യക്കും US-നും കരാർ നിരവധി അസ്വസ്ഥതകൾ ഇല്ലാതാക്കുന്നുവെന്നും അവർ പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്ത്യയെ ബാധിച്ചിരുന്ന നേരത്തെയുള്ള 50% താരിഫുകൾ മൊത്തത്തിലുള്ള താരിഫ് നിരക്ക് ഇപ്പോൾ 18% നിരവധി താരിഫ് ലൈനുകളിൽ 0 താരിഫുകളിലേക്ക് പാതയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയെക്കുറിച്ചും കരാറിന്റെ ഈടുതലിനെ കുറിച്ചുമുള്ള ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് സുസ്ഥിരത ഇരു സർക്കാരുകളും നടപ്പിലാക്കലിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും ബിസ്വാൾ പറഞ്ഞു. പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ ലഭ്യമാകുമ്പോൾ ആവശ്യമെങ്കിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് വൈവിധ്യവൽക്കരിക്കാൻ കഴിയും. ഇതൊരു സുസ്ഥിര കരാറാണോ എന്നത് ഇരു സർക്കാരുകളുടെയും അത് പ്രാവർത്തികമാക്കാനുള്ള ദൃഢനിശ്ചയത്തെ ആശ്രയിച്ചിരിക്കും. ഇതൊരു ആദ്യഘട്ട കരാറാണ്. അതിനാൽ കൂടുതൽ സമഗ്രമായ ഒരു വ്യാപാര കരാറിലെത്താൻ ഇനിയും ധാരാളം ജോലികൾ മുന്നിലുണ്ട്. US ഇന്ത്യ കരാർ ഒരു സുപ്രധാന ചുവടുവയ്പാണ്. പക്ഷേ ഇത് ഇതുവരെ പൂർണ്ണമായ സ്വതന്ത്ര വ്യാപാര കരാർ ആയിട്ടില്ല. 2025 ഓഗസ്റ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തി മാസങ്ങൾക്ക് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അവരുടെ പരാമർശങ്ങൾ. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അനാച്ഛാദനം ചെയ്ത കരാറിൽ കാര്യമായ താരിഫ് കുറവുകൾ ഉൾപ്പെടുന്നു. കൂടാതെ ഇന്ത്യ റഷ്യൻ എണ്ണയുടെ വാങ്ങൽ നിർത്തുമെന്ന അവകാശവാദങ്ങളും ഉൾപ്പെടുന്നു. ട്രംപ് നേരത്തെ ഇന്ത്യക്ക് 50% തീരുവ ചുമത്തിയിരുന്നു. അതിൽ 25% റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ എണ്ണ വാങ്ങലുകൾ ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകിയെന്ന ഭരണകൂട ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ആരോപിച്ചതിനാൽ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപുമായി ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 18% കുറഞ്ഞ താരിഫ് ഉണ്ടായിരിക്കുമെന്നതിൽ സന്തോഷമുണ്ട്. ഈ അത്ഭുതകരമായ പ്രഖ്യാപനത്തിന് ഇന്ത്യയിലെ 1.4 ബില്യൺ ജനങ്ങളുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് വലിയ നന്ദി. 2 വലിയ സമ്പദ് വ്യവസ്ഥകളും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുകയും പരസ്പര പ്രയോജനകരമായ സഹകരണത്തിനുള്ള വലിയ അവസരങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വം അത്യന്താപേക്ഷിതമാണ്. സമാധാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ഇന്ത്യ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. നമ്മുടെ പങ്കാളിത്തത്തെ അഭൂതപൂർവമായ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരാറിന്റെ നിബന്ധനകൾ വിശദീകരിച്ചുകൊണ്ട് ട്രംപ് പ്രധാനമന്ത്രി മോദിയോടുള്ള സൗഹൃദവും ബഹുമാനവും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഉടനടി പ്രാബല്യത്തിൽ വരുന്നതിനാൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാറിന് ഞങ്ങൾ സമ്മതിച്ചു. അതിലൂടെ അമേരിക്ക കുറഞ്ഞ പരസ്പര താരിഫ് ഈടാക്കും. അത് 25% നിന്നും 18% കുറയ്ക്കും. അതുപോലെ അമേരിക്കയ്ക്കെതിരായ അവരുടെ താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും 0 കുറയ്ക്കുന്നതിനും അവർ മുന്നോട്ട് പോകും. $500 ബില്യൺ US ഊർജ്ജം, സാങ്കേതിക വിദ്യ, കൃഷി, കൽക്കരി, മറ്റ് നിരവധി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ വളരെ ഉയർന്ന തലത്തിൽ അമേരിക്കൻ വാങ്ങുക എന്നതും പ്രധാനമന്ത്രി പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ അത്ഭുതകരമായ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ശക്തമാകും. പ്രധാനമന്ത്രി മോദിയും ഞാനും കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന 2 ആളുകളാണ്. മിക്കവർക്കും പറയാൻ കഴിയാത്ത ഒന്ന് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.